ദേശാഭിമാനി മുഖപ്രസംഗം 2024 സെപ്റ്റംബർ 12. ഈ ഭരണഘടനാ ലംഘനം ആര് വിളിച്ചു പറയും? കാശി മധുര ബാക്കി ഹേ. 32 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1992 ഡിസംബർ 6-ന് രാജ്യമൊട്ടക്ക് വർഗീയ ഭ്രാന്തെടുത്ത സംഘപരിവാറുകാർ അലറി വിളിച്ചത് ഇങ്ങനെയായിരുന്നു. PV നരസിംഹറാവു എന്ന കോൺഗ്രസ് നേതാവ് നയിച്ച കേന്ദ്ര സർക്കാരിൻ്റെ മൗനാനുഭവത്തോടെയും LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും അടക്കമുള്ള മുതിർന്ന BJP നേതാക്കളുടെ ആശീസ്സുകളോടെയും കാവ്യ ക്രിമിനലുകൾ അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ മുഴക്കിയ അത്യന്തം ഭീഷണമായ മുദ്രാവാക്യം. പിന്നീട് ധ്രുവീകരണ ശ്രമങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ സംഘപരിവാർ ഒരുങ്ങിയ ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യൻ തെരുവുകളിൽ പിന്നെയും ആവർത്തിച്ചു ഭീഷണിയുടെ മുഴക്കമുള്ള ആ അലർച്ച. വാരണാസിയിലെ ജ്ഞാൻവാപി മസ്ജിദും മധുരയിലെ ഷാഹി ഈദ്ഗാഹും ബാബരി മസ്ജിദിനെ എന്ന പോലെ നിലംപരിശാക്കാനുള്ള ശ്രമം 3.5 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണ്. വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനടുത്തുള്ള ജ്ഞാൻവാപി മസ്ജിദിനും മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്തിനടുത്തുള്ള ഷാഹി ഈദ്ഗാഹിനുമേൽ ഹിന്ദുക്കൾക്കാണ് അവകാശം എന്നാവർത്തിക്കുന്നത് തെരുവിൽ മാത്രമല്ല, കോടതികളിൽ കൂടിയാണ്. ഈ പള്ളികളിൽ അവകാശം തങ്ങൾക്കാണെന്ന് സ്ഥാപിക്കാനായി നിരവധി സംഘപരിവാറുകാർ രാജ്യത്തെ വിവിധ കോടതികളിൽ വ്യവഹാരത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി കോടതികളിൽ നിലവിലുള്ള കേസുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വിധി പ്രഘോഷ് കഴിഞ്ഞ ഞായറാഴ്ച ഡൽഹിയിൽ യോഗം വിളിച്ചു. സംഘടനയുടെ നേതാക്കൾ മാത്രമല്ല, കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും രാജ്യത്തെ ഹൈക്കോടതികളിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച 30 ന്യായാധിപരും യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ രാഷ്ട്രീയ ജുഡീഷ്യൽ മണ്ഡലങ്ങളിൽ ഹിന്ദുത്വ രാഷ്ട്രീയം എത്രത്തോളം പിടിമുറുക്കിയെന്നാണ് ഈ സംഭവം കാണിച്ചു തരുന്നത്. ഭയമോ പക്ഷപാതമോ ഇല്ലാതെ പ്രവർത്തിക്കുമെന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ് ഒരു കോടതി വ്യവഹാരം സ്വന്തം പക്ഷത്തിന് അനുകൂലമായി മാറ്റാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായത്. യോഗത്തിൽ സംസാരിക്കുന്ന ചിത്രം ആവേശപൂർവ്വം എക്സിൽ പോസ്റ്റ് ചെയ്യാനും ആ മന്ത്രിക്ക് മടിയുണ്ടായില്ല. ചുരുക്കി പറഞ്ഞാൽ അർജുൻ റാം മേഘ്വാൾ ചെയ്തത് ഭരണഘടനാ ലംഘനമാണ്. ഇന്ത്യൻ ഭരണഘടനയല്ല മനുസ്മൃതിയാണ് തങ്ങളുടെ ആധാരശിലയെന്ന മിഥ്യാബോധത്തോടെ രാജ്യം ഭരിക്കുന്ന BJP നേതാക്കൾ ഇത്തരം ഭരണഘടനാ ലംഘനം നടത്തിയില്ലെങ്കിലേ വിസ്മയിക്കേണ്ടൂ. ഈ ഭരണഘടനാ ലംഘനം ചൂണ്ടിക്കാണിക്കേണ്ട പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ മുട്ടുവിറയ്ക്കും. മാത്രമോ, VHP വിളിച്ച യോഗത്തിൽ ഈ 2 പള്ളികളുടെ അവകാശം പിടിച്ചെടുക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്ന 30 മുൻ ന്യായാധിപരുടെ പഴയ വിധികൾ എങ്ങനെയുള്ളവ ആയിരുന്നു എന്നുകൂടി ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അവർ പുറപ്പെടുവിച്ച വിധിന്യായങ്ങളിൽ നിയമപരമായ നിഷ്പക്ഷത തരുമ്പം കാണില്ലെന്നും ഉറപ്പാണ്. 4 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബാബരി പള്ളി തകർക്കൽ വഴി രാജ്യാധികാരത്തിലേക്ക് ഒരു പാലമിടുകയായിരുന്നു ഇന്ത്യൻ ഫാസിസ്റ്റുകൾ. ശ്രീരാമഭക്തി രൂഢമൂലമായ വടക്കേ ഇന്ത്യയിലെ വിശ്വാസികളുടെ സമൂഹ മനസ്സിനെ വർഗീയ ധ്രുവീകരണ അജണ്ടയ്ക്കായി പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ RSS വിജയിച്ചു. അന്ന് ഇന്ത്യൻ ഭരണം സ്വപ്നം മാത്രമായിരുന്ന RSSനും BJPക്കും 10 വർഷം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള മാൻഡേറ്റ് നൽകി ഇന്ത്യയിലെ ദരിദ്രരും സാധാരണക്കാരും അടങ്ങിയ ജനത. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും വലയുന്ന ഭൂരിഭാഗം ഇന്ത്യക്കാരുടെയും നീറുന്ന ജീവൽ പ്രശ്നങ്ങൾ മറയ്ക്കാനും ഹിന്ദുത്വയ്ക്കൊപ്പം നിൽക്കാനും ഭക്തിയുടെയും ആൾക്കൂട്ട ഉന്മാദത്തിൻ്റെയും രാഷ്ട്രീയ പ്രയോഗവും ഫലപ്രദമായി വിജയിപ്പിച്ചെടുത്തു ഇന്ത്യൻ ഫാസിസ്റ്റുകൾ. ബാബരി മസ്ജിദ് നിലനിന്നെടുത്ത് ശതകോടികൾ ചെലവിട്ട് നിർമ്മിച്ച ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പിൽ പക്ഷേ അയോധ്യക്കാട് പരാജയമായി. ശ്രീരാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിൽ BJP തോറ്റമ്പി. അതിൻ്റെ കൂടി ക്ഷീണം തീർക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജ്ഞാൻവാപിയും ഷാഹി ഈദ്ഗാഹും തകർത്ത ശേഷം തങ്ങളുടേതാക്കാനുള്ള നീക്കങ്ങൾ.